ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂരിൽ KSU പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് CPM നിലമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ നിലമ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരളത്തിന്റെ നഗരപ്രദേശങ്ങളും തെരുവുകളുമാകെ പ്രതിഷേധത്തിൻ്റെ അലടികൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രിയെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഔദ്യോഗിക പരിപാടികൾ കഴിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ വന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ ഗുണ്ടാത്തലവനുമായ VD സതീശൻ്റെ നിർദ്ദേശപ്രകാരം KSUവിൻ്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ കായികമായി ആക്രമിക്കപ്പെട്ടുകൊണ്ട് കഴുത്തിനും കയ്യിനും പരിക്കേറ്റുകൊണ്ട് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ IC യൂണിറ്റിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെ. കേരളത്തിലെ ഒരുപാട് ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രതിഷേധങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. UDFന്റെ ഭരണകാലത്ത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും CPIM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും വിവിധ ഘട്ടങ്ങളിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു പോന്നവരാണ്. ലോക്കൽ സെക്രട്ടറി VC ശ്രീധരൻ, ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം, ഏരിയ കമ്മിറ്റി അംഗം T ഹരിദാസൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ UT ദീപക്, ഇസ്മായിൽ N വേലുക്കുട്ടി, അഡ്വക്കേറ്റ് ജെയ്സൺ എബ്രഹാം എന്നിവർ CPM നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ബ്ലോക്ക് സെക്രട്ടറി അരുൺദാസ് ഉദ്ഘാടനം ചെയ്തു. VD സതീശന്റെ ഗുണ്ടാ സംഘം, കനകോലുവിന്റെ ഗുണ്ടാ സംഘം ഇന്ന് കായികമായി അക്രമത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഈ കായിക ആക്രമത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള യുവജന പ്രസ്ഥാനം DYFI ഈ മണ്ണിലുണ്ട് എന്ന് KSUവിനെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരത്തിലേക്ക് തള്ളിവിടുന്ന കോൺഗ്രസ്, VD സതീശൻ ആലോചിക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് DYFI മുന്നോട്ട് പോകും. എന്തിനാണ് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനം കിടക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനാധിപത്യ ബോധ്യമുള്ള മനുഷ്യർ ചിന്തിക്കണം. മൂന്നാം തവണയും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുമെന്ന് കനകോൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. P ദീപക്, KA പ്രജിത്ത്, അഡ്വക്കേറ്റ് ബിൻഷ, ലെനിൻ സ്വരാജ്, കിരൺ ദാസ്, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.